വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ അടിപൊളി ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. അത് ഞങ്ങൾ കുറെ പ്രാവശ്യമായി ഗൈസ് ഈ ഒരു ഇത് പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ റീടേക്ക് ചെയ്തോളൂ. ഞങ്ങൾക്ക് ഇങ്ങനെ ചൈനക്കാർ ഭാഷ പോലെയൊക്കെ തോന്നും. ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളിൽ ആരെയാണ് ചൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നോക്കാൻ പോവാണ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എനിക്ക് ഒരു കല്യാണത്തിന് പോകണം. അപ്പൊ ഇവരിൽ 3 പേരിൽ ഞാൻ പെട്ടെന്ന് ആരെയായിരിക്കും അപ്രോച്ച് ചെയ്തിട്ട് എന്റെ കൂടെ വരുമോന്ന് ചോദിക്കാം. അതിപ്പോ എനിക്ക് ഷാമിയാണെങ്കിൽ ഷാമിന്റെ ഈ കാർഡ് എടുത്ത് ഞാൻ പൊക്കണം. അതിന്റെ റീസണും പറയണം. അതെ റീസണും പറയണം. ഇപ്പൊ സല്ലു ആണെങ്കിൽ സല്ലുവിന്റെ കാർഡ് പൊക്കണം, ശ്രീ ആണെങ്കിൽ ശ്രീന്റെ കാർഡ് പൊക്കണം. ഇനി എനിക്ക് ഒരാളെ ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതാണെങ്കിൽ അതെ എന്റെ മുഖം എടുത്തിട്ട് ഞാൻ പൊക്കാം. അപ്പൊ ഇതാണ് ഭയങ്കര ഫണ്ണി ക്വസ്റ്റ്യൻസ് നമ്മളിതേ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സല്ലുവിന്റെ വിചാരത്തിൽ എല്ലാരും സല്ലുവിനെ വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അത് നമ്മൾ 4 പേരും കൂടെ ചെയ്യണം എന്നുള്ള രീതിയിലാണ്. കാരണം ഞങ്ങളിൽ ആര് എന്തൊരു സിറ്റുവേഷൻ ഉണ്ടായാലും ആരൊക്കെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് നോക്കണം. ഓരോ സിറ്റുവേഷനിലും നമ്മൾ 4 ആൾക്കാരല്ലേ അപ്രോച്ച് ചെയ്യാറുള്ളൂ. അപ്പൊ അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു സിറ്റുവേഷൻ വരുമ്പോ നമ്മൾ 4 ആൾക്കാരും കൂടെ അല്ലേ ഓരോരുത്തരെ വിളിക്കുക. അപ്പൊ ഇത് മുഴുവനായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സ് ഒന്നുകൂടെ മനസ്സിലാവും. അതെ അതെ അതെ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഓരോരോ ശ്രീയാണ് ക്വസ്റ്റ്യൻ വഹിക്കുന്നത്. എല്ലാരും മുന്നിൽ ഫോട്ടോസ് ഉണ്ട് guys. അതെ എല്ലാരും മുന്നിലും 4 പേരുടെയും ഫോട്ടോസ് ഉണ്ട് കേട്ടോ. ഓക്കെ റെഡി? ഇത് എനിക്ക് വേണ്ട guys. ഇത് വേണ്ട. ഇത് തവണ വെച്ചോ. ഞാൻ അവളൊന്നിനും വിളിക്കൂല. ഇവിടെ വെച്ച് നോക്കട്ടെ. ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. There is a zombie attack. Zombie attack. Who is surviving till the end? ഒരു zombie attack ഉണ്ടാവുകയാണെങ്കിൽ അവസാനം വരെ സർവൈവ് ചെയ്യുന്ന ആരെയും? അത് അങ്ങനെ ചോദിച്ചാ മിക്കവാറും ഞാനായിരിക്കും. ഞാൻ ഓട്ടി കഴിച്ചില്ലാവും. എനിക്ക് ഞാൻ സ്ട്രെങ്ത് വെച്ചാലൊക്കെയാണെങ്കിൽ സല്ലു ഞങ്ങളെക്കാട്ടും കൂടുതൽ സ്ട്രെങ്ത് അവനാണല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു കാക്കാവുന്ന സമയത്ത് കാക്ക അല്ല ഇവള് ഞാനും പല്ലുനഖം ഉപയോഗിച്ച് ചിലപ്പോ എല്ലാരും കഴിച്ചിലാക്കാനും ഓളെ സ്വയം കഴിച്ചിലാവാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ ബുദ്ധിപരമായിട്ട്. ഓ അങ്ങനെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല് ഞാൻ തിരിഞ്ഞു നോക്കൂല. ഞാൻ നല്ല ഓട്ടോടി മിക്കവാറും കുറച്ച് സർവൈവൽ ഇൻസ്റ്റിക്ട് കുറച്ച് കൂടുതലുണ്ട്. അതായത് ഇപ്പൊ എന്താ വയ്യായികൊക്കെ വന്നു കഴിഞ്ഞാലും കുറച്ച് ഇങ്ങനെ സഹിച്ചു നിൽക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇനിയിപ്പോ ഒരു സോമ്പിന് കടി കിട്ടി കഴിഞ്ഞാലും ഞാൻ എന്താ എടുക്കാൻ കാരണം വെച്ചാല് ഇപ്പൊ ഒരു സോംബി വന്നു കഴിഞ്ഞാല് നമുക്ക് എല്ലാത്തിനാണെങ്കിലും ശക്തിയുണ്ട്. അപ്പൊ ഫിസിക്കലി കുറച്ച് സ്ട്രെങ്ത് ആണ് മാത്രം എടുത്തുള്ളതാണ്. അതിപ്പോ സോംബി ഒന്ന് ഇങ്ങനെ ഇതാക്കി പോയി കഴിഞ്ഞാൽ ഞാൻ സോംബി ആയില്ല. അല്ല ഇവന് പേടിയാണ്. അത് വേറെ എനിക്ക് പേടിയൊന്നുമില്ല. നീ ആരെ സെലക്ട് ചെയ്തത്? 5 പല്ലും നഖവും ഉപയോഗിച്ച് സോംബിനെ അറ്റാക്ക് ചെയ്തല്ല അതെ അതാണ് ഞാൻ ബാഹുബലിയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വലിയ പ്രോഗ്രാമിനായി സ്റ്റേജിലേക്ക് കയറുന്നതിനിടെ ടെൻഷൻ കാരണം തലകറങ്ങി വീഴാൻ ചാൻസ് ഉള്ളതായിരുന്നു? 5 ഞാനായിരിക്കാനോ ഗൈസ് സാധ്യത. അത് കാക്ക. എനിക്ക് തോന്നി ഷാമിയാന്ന്. എനിക്കും തോന്നുന്നുണ്ട് ഷാമിയാണ്. നിങ്ങൾ എന്താണ് എന്റെ അടുത്ത്? എനിക്ക് തോന്നുന്നു ഷാമിയാണെന്ന്. ഇന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അതുവരെ ടെൻഷൻ അടിക്കും. പക്ഷെ ആ സമയത്ത് ഞാനായിരിക്കും സമയം വരെ ഓൾ ടെൻഷനിലേക്ക് ഈ നമ്മള് ചില എക്സാമിനൊക്കെ ഉണ്ടല്ലോ ഞാൻ ഒന്നും പഠിച്ചില്ലടാന്ന് പറഞ്ഞിട്ട് എക്സാമിന് ഇങ്ങനെ കുറെ സീറ്റ് വാങ്ങി എഴുതുന്നു. പക്ഷെ ഞാനത് വെറുതെ പറയുന്നതായിരിക്കില്ല. ശരിക്കും ടെൻഷൻ ഉണ്ടാവും. സമയത്ത് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ സംസാരിക്കാനൊക്കെ നമ്മള് ഭയങ്കര ഇതിലേക്ക് ഷാമിനാണ് തോന്നുന്നത്. സ്റ്റേജിലൊന്നും കയറി സംസാരിച്ചിട്ടില്ല. പിന്നെ അതുകൊണ്ട് പിന്നെ കുറച്ച് ഷൈ ആണ്. അതുകൊണ്ട് എനിക്ക് എനിക്കും അതേപോലെ തന്നെ തോന്നുന്നു. കാക്ക് പേടിയും ടെൻഷനും ഒക്കെ സ്റ്റേജിൽ കയറുമ്പോ ഉണ്ടാവും. അപ്പൊ കാക്ക അത് തോന്നി. എനിക്ക് എന്തായാലും ഷാമിയാണെന്നാ തോന്നിയിട്ടില്ല. കാരണം ഷാമിക്ക് ചെറിയ ടെൻഷൻ സാധനങ്ങളെല്ലാം വന്നിട്ട് നമ്മളിങ്ങനെ എന്താ പറയാ അവസ്ഥയിലായിരിക്കും. അപ്പൊ എനിക്ക് ഷാമി. അടുത്ത ക്വസ്റ്റ്യൻ. വരനെ അല്ലെങ്കിൽ വധുവിനെ തിരഞ്ഞെടുക്കുക എന്നൊരു റിയാലിറ്റി ഷോയിൽ നിങ്ങൾ പങ്കെടുക്കുകയാണ്. കൂടെ നിങ്ങളെ സഹായിക്കാൻ ഒരാളെ കൂട്ടാമെങ്കിൽ ആരെ തിരഞ്ഞെടുക്കും? ഇപ്പൊ നമുക്ക് എന്താ പറയാ ഇൻസ്റ്റഗ്രാമോ അങ്ങനെയൊക്കെ പലതും അതെ ചെകഞ്ഞെടുക്കണല്ലോ. അപ്പൊ സ്ത്രീ ആയിരിക്കും നല്ലതും തോന്നുന്നു. ഇത് ഓൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഒരു കുഞ്ഞൊരു നോട്ട് പാഡും കേട്ടിട്ടുണ്ടാവും.
എവിടെന്നെങ്കിലും ഒരു സാധനം കാണുന്നു, ഇത് എടുത്തു ഓരോരോ പോയിന്റും കൂടി ലാസ്റ്റ് മറ്റേ സിനിമയിലൊക്കെ കാണില്ല, ഇവിടുന്ന് ഇങ്ങനെ നൂല് കുത്തി വേറൊരു സാധനത്തിലേക്ക് വെച്ച് അതുപോലെ വലിയൊരു ബോർഡൊക്കെ കാണൂല, അതുപോലെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആ വരന്റെ ക്യാരക്ടർ എന്താ അല്ലെങ്കിൽ വധുവിന്റെ ക്യാരക്ടർ എന്താന്നുള്ള കറക്റ്റ് ആയിട്ട് അല്ല കൊറേ കാര്യങ്ങൾ പറയും. ആ പറയുന്നതിൽ നമുക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതാണ് എനിക്കാരും വേണ്ട. വധുവിനൊക്കെ ചൂസ് ചെയ്യാൻ ഞാൻ തന്നെ. എന്താ കോൺഫിഡൻസ്. ഓക്കെ, ഞാൻ 5നെ തെരഞ്ഞെടുക്കും. കാരണം കുറച്ചും എന്താ പറയാ ലോജിക്കലായിട്ട് ഇത് അങ്ങനെ വരും. പിന്നെ വേഴ്സ്റ്റ് പോസിബിലിറ്റീസ് ഒക്കെ ഇങ്ങനെ ആലോചിച്ച് എന്നെ ചൂസ് ചെയ്യാത്ത ഞാൻ നല്ല വരനെ കണ്ടുപിടിച്ചു തരുമല്ലോ. സെലക്ട് ചെയ്ത് ഞങ്ങളാരും സെലക്ട് ചെയ്തില്ലല്ലോ. പിന്നെന്താ, അപ്പൊ ഞാൻ 5നെയാണ് ചൂസ് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Who would accidentally send a message to the wrong group and then pretend it was on purpose? ഒരു തെറ്റായ ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ട് ഇത് ഞാൻ വേണമെന്ന് വെച്ചാൽ ചെയ്തതാണെന്ന് ആരായിരിക്കും പ്രിറ്റൻഡ് ചെയ്യാൻ അഭിനയിക്കുക? ഞാൻ തന്നെ ഒഴിവാകാൻ വേണ്ടിട്ട് എല്ലാവരും കണക്കാണെന്നുള്ളപ്പോ മനസ്സിലായി. ഞാൻ ആ നാണക്കേടെന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തെന്ന് വരാം. അത് ആവശ്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ചിലപ്പോ ക്രിയേറ്റ് ചെയ്തു. ശല്യം ഇതുവരെ തീരുമാനത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിപ്പോ എങ്ങനെ ചൂസ് ചെയ്യാം. അപ്പൊ ഈ എന്താ പറയുന്നത്, ഈ അങ്ങനത്തെ ഇതൊന്നും ചെയ്യൂല എന്നാ? അല്ല ഞാൻ ചെയ്തിട്ടുണ്ടേ. അല്ല ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ പ്രിറ്റൻഡ് ചെയ്തില്ല. അബദ്ധത്തിൽ വന്നാ തന്നെ പറഞ്ഞു ഞാൻ. അത് ശരി. അപ്പൊ അങ്ങനെ പ്രിറ്റൻഡ് ചെയ്യുന്ന ആരേക്കും പറയും? പ്രിറ്റൻഡ് ചെയ്യുന്ന 5 ആവാനാണ് കൈ സാധ്യത. കാരണം 5 ചൂടാവുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാല് അത് പൊട്ടത്തരാണെങ്കിൽ ഓള് പറയൂ ഞാൻ അതങ്ങനത്തെ. ഞാൻ അതന്നെയാ ഉദ്ദേശിച്ചതൊക്കെ. അത് ശരിയാണ്. ബാക്കിയുള്ള ഞങ്ങൾ 3 പേരും ഞങ്ങളെ തന്നെ ചൂസ് ചെയ്തു. കാരണം ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്, അതിനോട് പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഒന്നും ചെയ്യാറില്ല. അല്ല ഇടയ്ക്കൊന്നും ചെയ്യാറില്ല, പറ്റിപ്പോയാൽ അങ്ങനെ ചെയ്യും, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ ഒരു കാട്ടിൽ അകപ്പെട്ടു. അവിടെ നിന്ന് വഴി കണ്ടുപിടിച്ച് രക്ഷപ്പെടാൻ നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും? വഴി കണ്ടുപിടിച്ച് രക്ഷപ്പെടാൻ ഞാൻ സല്ലു. എന്റെ എന്താ പറയാ എല്ലാത്തിനും നെക്സ്റ്റ് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നെക്സ്റ്റ് മൊമെന്റിൽ ഞാൻ വിളിക്കുന്ന മനസ്സിലാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നോട് അന്നെ വെച്ച് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഇതില് രണ്ടിലും കൺഫ്യൂഷൻ ആണ്. ഇതിൽ ആര് സെലക്ട് ചെയ്യുന്നു? കാരണം ഇതില് എന്താ പറയാ ഒരുപോലെ ഇതിപ്പോ ഞാൻ പറഞ്ഞ സാധനം തന്നെയല്ലേ, അതായത് നമുക്ക് ഒരു കാരണവർ എന്നൊക്കെ ഉള്ള ആ ഒരു പ്രതീതിയാണ് ഇവരെടുത്ത്. ആ ഒരു പ്രതീതി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ 1 2 തന്നെ ചെല്ലാന്നേക്കും വിളിക്കാം. ഞാൻ 2 സെലക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ശ്രീനെ സെലക്ട് ചെയ്ത കേസ്. എന്തുകൊണ്ട്? കാരണം അത് എങ്ങനെങ്കിലൊക്കെ വഴി കണ്ടെത്തി പുറത്തെത്തിക്കും. എന്തെങ്കിലും ചെയ്യാം. ഭയങ്കര ബോൾഡാണ് അതുകൊണ്ട്. എനിക്ക് ഇതിൽ ചൂസ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. എനിക്ക് കൂടുതലാണ് ചൂസ് ചെയ്തത്. ഞാനല്ലേ ആദ്യം മുതലേ കൊണ്ടു നടക്കില്ല ഓരോ സ്ഥലത്തോട്ട്. അല്ല അങ്ങനെയല്ല, കാട്ടിലകപ്പെട്ട് പോയി കഴിഞ്ഞാൽ അറിയൂ കാട്. ഇവള് 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്, 4ാം ക്ലാസ്സിലല്ല 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് ഞാനാണ് സൈക്കിളിൽ ഇവളെ കൂട്ടാൻ പോവാ സ്കൂളിൽ നിന്ന്. ഒരു ദിവസം ഞാൻ ലേറ്റ് ആയി. അല്ല ഒരു ദിവസം ഞാൻ എത്താൻ ലേറ്റ് ആയി. അപ്പൊ ഇവള് ഗേറ്റിന് അവിടെ ഇരുന്ന് കരയുക, ടീച്ചേഴ്സ് ഒക്കെ സമാധാനിപ്പിക്കുക. അങ്ങനെ നോക്കി നടന്നാ കാണുന്നില്ല. ഓർമ്മയില്ല എനിക്ക്. അതെനിക്ക് ഓർമ്മയില്ല. ഓന് വിഷമായിട്ടോ ഓന് എടുക്കാത്തത് വേണമെങ്കിൽ ആ ടീച്ചേഴ്സ് ഒക്കെ ഇപ്പൊ വരും എന്ന് പറഞ്ഞ ഓർമ്മയില്ല. ഫ്രീ ആവുന്ന സമയത്ത് എന്താണെന്നറിയോ, ചിലപ്പോ ഫസ്റ്റ് ഇങ്ങനെ കുഴപ്പമില്ല നമുക്ക് റെഡിയാക്കാം അത് എന്നൊക്കെ പറഞ്ഞിട്ട് കാണല്ലേ നമുക്ക് എന്തെങ്കിലും വഴി കാണാതൊക്കെ 100 വഴി ഉണ്ടാവും പുറത്തേക്ക്. ഏതൊരു വഴി അന്വേഷിച്ച് തരും. ഫ്രീ ആയ ഒരു ചായ കിട്ടാൻ പബ്ലിക്കിൽ പാടണം എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ ആരായിരിക്കും കേറി പാടുന്നത്? ഞാൻ ശ്രീനെ വിളിച്ച് പാടിപ്പിക്കും. എന്തായാലും ഫ്രീ ആയിട്ട് ഒരു ചായ കിട്ടാനല്ലേ. അപ്പൊ ശ്രീ തന്നെ ശ്രീനോട് പാടിപ്പിച്ചിട്ട് 5 ചായ അടിക്കും. ഞാൻ ചായ അടിക്കും. ശ്രീനോട് റെഡി ചെയ്ത് ചായ അടിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു പാട്ട് പാടിയത്. അപ്പൊ ശ്രീ അവിടെ നിന്ന് പാടും. ഞാൻ ചായ എന്തുകൊണ്ട് എന്നെ ചൂസ് ചെയ്ത്? അല്ല പാടാറിയുന്ന ശ്രീക്കല്ലേ കൂടുതൽ ഇതില്. ഞാൻ ഷാമീനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുമ്പോ ഭയങ്കര തൊലിക്കട്ടി. അതിനോട് ഞാൻ തൊലിക്കട്ടി കൂടുതലാണ്. അങ്ങനെ ചൂസ് ചെയ്യാം. അങ്ങനെ ഇന്നെ ചൂസ് ചെയ്യാം. അതൊക്കെയാ. പിന്നെ തല്ലൊക്കെ കിട്ടാനാണ് നമുക്ക് സല്ലൂനെ കൊണ്ട് പാടിപ്പിക്കാം കാര്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ.
ഒരു ബോറിംഗ് ഫംഗ്ഷനിൽ നിന്ന് രക്ഷപ്പെടാനായി നിമിഷ നേരം കൊണ്ട് ഒരു ഫേക്ക് കഥ ഉണ്ടാക്കി അവിടെ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ കൂടെ കൂട്ടുന്നത് ആരെ? ഞാൻ ഷാമിനെ തെരഞ്ഞെടുക്കാൻ കാരണം എന്താന്ന് വെച്ചാല് ഇങ്ങനത്തെ സാധനം പെട്ടെന്ന് കഥയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു ഫേക്ക് കഥയൊക്കെ ഉണ്ടാക്കി അവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് ബെസ്റ്റ്. അതെ, പിന്നെ ഞാൻ അഞ്ചിനെ സെലക്ട് ചെയ്യാൻ കാരണം വെച്ചാല് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടാണല്ലോ സെലക്ട് ചെയ്ത്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല സാധനം കിട്ടും. അതിനുശേഷം പിന്നെ ഒന്നും പറയാൻ വർക്കാക്കിയിട്ട് എങ്ങനെയെങ്കിലും പുറത്തെത്തും, വർക്കാക്കിട്ടെത്തും. എനിക്ക് എന്താണ് ഞാൻ അവളെ ചൂസ് ചെയ്യാൻ കാരണം ഗൈസ്, എനിക്ക് വലിയ വലിയ ഫംഗ്ഷനിലൊന്നും പോകാൻ പൊതുവെ താല്പര്യമില്ല. അപ്പൊ ഞാൻ എന്റെ ആ വേദന പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കണക്ട് ആവുക ഇരിക്കും. അതെനിക്ക് മനസ്സിലായെന്നാ, എനിക്ക് അതൊക്കെ മനസ്സിലാവൂടാ ഇനി പറയുന്നത്. പാതിരാത്രി 2 മണിക്ക് നിങ്ങളെ കാണാതായി. ആ സമയത്ത് തന്നെ നിങ്ങളെ തെരഞ്ഞിറങ്ങുന്നത് ആരായിരിക്കും? അപ്പൊ തന്നെ ആരായിരിക്കും നിങ്ങളെ തെരഞ്ഞിറങ്ങുന്നത്? രണ്ടാളെടുക്കാൻ പറ്റുമോ? എല്ലാവരും ഇറങ്ങും ഗൈസ്. ഞാന് നമ്മളെടുക്കാൻ പറ്റില്ല, കാരണം നമ്മളല്ലേ കാണാതായത്. ഞാൻ 3 എടുത്തു. എല്ലാവരും ഇറങ്ങും. എനിക്ക് തോന്നുന്നു എല്ലാരും ഫസ്റ്റ് സല്ലു ചാടി ഇറങ്ങും, പിന്നെ പിന്നാലെ എല്ലാരും കൂടി ഇറങ്ങും. അത് ഷാമി ഇറങ്ങും. പക്ഷെ ഞാൻ അതല്ല ഞാൻ ആലോചിക്കുന്നത്, ഷാമി ഇറങ്ങുന്നത് പ്രേമൊക്കെ ഇറങ്ങുന്ന ഒരു ഷാമി അതല്ല സല്ലു പറയും ഞാൻ പോയി നോക്കാം. ആദ്യം ഞാൻ പോയേക്കാം. അല്ല ആദ്യം ഞാൻ പോയി നോക്കാം, നിങ്ങൾ ഇടയ്ക്ക് വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ സല്ലു ഞാൻ കൂടെ വരും. അപ്പൊ ഈ 2 സാഹചര്യങ്ങൾ എങ്ങനെയെങ്കിലും ഡീൽ ചെയ്തിട്ട് ഓരെന്താ പറയുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ 2 ചിലപ്പോൾ വെയിറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ, അല്ലാണ്ട് എല്ലാവരും ഡിഫറൻസ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പം ഇത് ഒരു വോൾട്ടില് ലോക്ക് ചെയ്തതുപോലെ ഒരു സീക്രട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നത് ആരായിരിക്കും? ആർക്കായിരിക്കും? നിങ്ങളുടെ നിങ്ങളുടെ ഒരു സീക്രട്ട് ഒരു വോൾട്ടിന് ഒരു ലോക്കറിന്റെ ഉള്ളിൽ ലോക്ക് ഇട്ട് വെച്ചതുപോലെ സൂക്ഷിക്കാൻ പറ്റുന്നത് ആർക്കും? എന്റെ ഇതില് എല്ലാവർക്കും പറ്റും. അങ്ങനെ സീക്രട്ട് പറഞ്ഞാല് എല്ലാവർക്കും പറ്റും. പക്ഷേ കൂട്ടത്തിൽ ഏറ്റവും സ്ട്രോങ് ആര് എന്നുള്ള ചോദ്യത്തിനാണ് നമ്മളിവിടെ ഈ പൊട്ടത്തരത്തിലൊക്കെ ശ്രീന്റെ വഴങ്ങ് വന്നു പോയാലേ ഉള്ളൂ. പിന്നെ അത് വലിയ വലിയ സീരിയസ് ആയിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശ്രീക്കും പറ്റും, ഷാമിക്കും പറ്റും, സല്ലിനും പറ്റും. ഷാമിക്ക് കുറച്ച് നല്ല പറ്റും. ഷാമിന്റെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ സീക്രട്ട് ഉണ്ട് പോലും ആൾക്കാർക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ അല്ല എന്തായാലും പറഞ്ഞു ഓള് തന്നെ ഞങ്ങളെ തലയിൽ അത് ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട്. ഷാമി അതൊരു തോന്നില്ല. ഞാൻ എന്തായാലും സെലക്ട് ചെയ്തത് കാരണം എന്താ വെച്ചാല് ഞാൻ ആരടുത്തും പറയാന്ന് പറയാ ഈ സീക്രട്ട് ഞാൻ ആരടുത്ത് പറയാ ഈ സല്ലുവിന്റെ അടുത്തൊക്കെ പറഞ്ഞുള്ള സ്ഥിതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ വലുതൊന്നും പറയില്ല. ചെറിയ കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ വല്ല സിനിമേന്റെ ട്വിസ്റ്റോ പ്ലോട്ടോ അങ്ങനെ വല്ലതും പോയാ അങ്ങനെയൊക്കെയല്ലോ. വലിയ വലിയ സീക്രട്ട് എന്താ ഉള്ളത് ഇപ്പൊ? അത് അങ്ങനത്തെ ഒരു സീക്രട്ടും ഇല്ല. ഞാനിപ്പോ എന്ത് സീക്രട്ട് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിങ്ങനെ എനിക്ക് തോന്നുന്നു ഞാനതങ്ങനെ ഉള്ളിലിട്ട് ഇതാക്കൂല. ചിന്തിക്കും. പക്ഷെ എനിക്കത് പറയണം, വേറെ ഒരാളുടെ ഷെയർ ചെയ്യണം, അങ്ങനെ ഒരു തോന്നലുണ്ട്. സീക്രട്ട് എനിക്ക് അറിയാന്നൊക്കെ പറഞ്ഞ വെറുതെ അല്ല അറിയൊക്കെ ചെയ്യാം. എല്ലാരും കൊറേ ആൾക്കാരുണ്ട്. അത് വെച്ചിട്ട് സല്ല് ഷാമിന്റെ ഞാൻ ഇവരെ 3 പേരെയും ചൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ആരെടുത്ത് പറഞ്ഞാലും എല്ലാം ലോക്കായോടെ ഇരുന്നോളൂ. അത് ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. ഒന്ന് ചൂസ് ചെയ്യണല്ലോ എന്നുള്ളതുകൊണ്ട് ഒന്ന് എടുത്തുന്നേ ഉള്ളൂ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം. 6 പേർക്ക് ഡിന്നർ കഴിക്കാനായി 100 രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. മാക്സ് ആണ്. ആ ബഡ്ജറ്റ് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ ആരെയാണ് തിരഞ്ഞെടുക്കുക? ആരെ കൊണ്ട് പറ്റില്ല, ഞാൻ തന്നെ വേണം. അഞ്ചി എന്താ സംശയം? ഞാൻ തന്നെ ബഡ്ജറ്റ് മാനേജ് ചെയ്യാൻ വലിയ ആള് ഞങ്ങളുടെ ഇന്ന സാധനത്തിന് ഇത്ര രൂപയാണ്, അപ്പൊ ഇത്ര കഴിച്ചാലാണ് ഇതിന് ഇത്ര വരാന്നൊക്കെ 5 പറഞ്ഞു. ഇപ്പൊ ഒരു കറി നമ്മൾ ഓർഡർ ചെയ്യാണ്, ആ കറി വരുന്നതിന് മുന്നേ തന്നെ അത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും ഏകദേശം ആലോചിച്ചിട്ട് കഴിക്കും. പിന്നെ ഒരു കറി മതിയോ, 2 കറി വേണോ, 2 കറി കൂടുതലാവാന്നൊക്കെ ഞാൻ പറയും. അതെ, അതിനാണ് ഞങ്ങൾ തമ്മിൽ അടിയാവാ. അല്ല വർണ്ണിക്കുമ്പോ നിന്നെ എടുത്തൊരു സാധനമാണ് പറയും. കേക്കട്ടെ, അതായത് ഗൈസ് നമ്മൾ റെസ്റ്റോറന്റിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ 2-3 കറിയൊക്കെ പറയുമ്പോ ഇവള് പറയും അത് വേണ്ട സെല്ലു, അവരില്ല ഞാൻ പറയുന്നതാണ് ഓർഡർ. വേണ്ട വന്നിട്ട് നോക്കി നമുക്ക് ഓർഡർ ചെയ്യാം. പക്ഷെ അത് വരുന്ന കഴിയുമ്പോ കറക്റ്റ് അതെ. പൊതുവെ ഇങ്ങനെ സംഭവം കഴിഞ്ഞാൽ ഞാൻ അവനോട് അറിയും 3 കറി വേണ്ട 2 കറി വേണ്ട. അപ്പൊ ഇല്ലില്ല 3 കറി ഉണ്ടെങ്കിലും ശരിയാവുള്ളൂ ഇന്നതാവുന്നൊക്കെ. എന്നിട്ട് സാധനം വന്നു കഴിഞ്ഞാല്
3 വേണ്ടല്ലോ, അധികമായല്ലോ. അപ്പൊ ഞാൻ പറയും ഞാൻ അപ്പോഴേ എന്നോട് പറഞ്ഞതല്ലേ വെറുതെ അവള് പറഞ്ഞ ഞാൻ കേൾക്കാറുണ്ട്. ശീലായി. ഇപ്പൊ ഞാൻ പറയുന്നതാണോ കേൾക്കാറ്. പിന്നെ നമ്മള് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ബില്ല് വരുന്നതിന് മുന്നേ 5 ഏകദേശം കണക്ക് പറയും. ഇത്ര രൂപന്റെ അപ്പുറത്തേക്ക് ഇത് പോകില്ല, അല്ലെങ്കിൽ ഇത്ര ആയിരിക്കും ഇതിന് ബില്ല് വരിക. അത് ഞാൻ ഭയങ്കര പ്രൗഡായി പോയി. പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പ്രൗഡായി പോയി. പെട്ടെന്ന് ഇനി അതിലൊക്കെ ചെറിയ കാര്യം പെട്ടെന്ന് സന്തോഷമായി 4 വാക്ക് നല്ലത് പറഞ്ഞല്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The world is ending. Who is vlogging it instead of panicking? ശ്രീ, ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. മിക്കവാറും ശ്രീ ഇത് നമ്മള് ഇന്ത്യ സേവ് ദ ഡേറ്റിന്റെ സമയത്ത് പോകുന്ന സമയത്ത് കാറ് പഞ്ചറായി. അപ്പൊ ശ്രീ ഗൈസ് പോകുന്ന വഴിക്കാണ് കാറ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മള് ഞാൻ അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നോർമലി നമ്മൾ എന്താ ചെയ്യാറിയോ, അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് ടാക്കിൾ ചെയ്തിട്ട് പറയും ഗൈസ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിന്ന് പറയും. ഇത് അതിന് വരെ ക്യാമറ എടുത്തിട്ട് ഗൈസ് കാറ് പഞ്ചറായി ഫുള്ള് ചളിയാണ് ഇവിടെ മൊത്തം റോഡ് കൊള്ളാൻ പറഞ്ഞിട്ട് എനിക്ക് അന്ന് മുതൽ എനിക്ക് മനസ്സിലായി ഓളായിരിക്കും അങ്ങനെ വ്ളോഗ് ചെയ്യാൻ പോകുന്നത്. അല്ല, പെട്ടെന്ന് ഭീകരമായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല് ശ്രീയാണ് ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് സാധാരണ വ്ളോഗ് എടുക്കാൻ ഞാനാണ്. അല്ല, വ്ളോഗ് എടുക്കല് ഞാനാണ്. പക്ഷെ ഈ ഭയങ്കര എന്ത് വലിയ സിറ്റുവേഷൻ വന്നാൽ പെട്ടെന്ന് ക്യാമറ എടുക്കുക ശ്രീയ. അതെ, എനിക്ക് പേടി, എനിക്ക് ടെൻഷൻ മറന്നു. പക്ഷെ ശ്രീക്കാണ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോ എന്തെങ്കിലും കച്ചറ എന്തെങ്കിലുമൊക്കെ വരുമല്ലോ. അതിന്റെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ശ്രീക്ക് വന്ന ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. ഉടനെ തന്നെ ഓള് ഫോൺ എടുത്തിട്ട് കാര്യം വീഡിയോ എടുത്ത് കാര്യം ആ സിറ്റുവേഷനിൽ നമുക്ക് ഒരാള് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് വിശ്വസിക്കണം എന്നില്ല. അപ്പൊ നമുക്ക് തെളിവ് വേണം. തെളിവ് ഓള് ആ സമയത്ത് ആ മൊമെന്റിൽ ഉണ്ടാക്കും. നമ്മളങ്ങനെ നമ്പായി എന്താ ചെയ്യാ നെക്സ്റ്റ് എന്ന് ആലോചിക്കുന്ന സമയത്ത് ഓളാണ് ചെയ്യാ. എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. അതല്ല ഞാൻ പറഞ്ഞില്ല, ഞാൻ പെട്ടെന്ന് ടെൻഷൻ ആവുന്നുള്ളത് ശ്രീനോട് എപ്പോഴും പറഞ്ഞു. ഷാമി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഫോൺ എടുക്കണം. എന്താണ് ഇപ്പൊ വണ്ടി തട്ടിപ്പോയി കഴിഞ്ഞാൽ ആളുടെ നമ്പർ എടുക്കണം. അതായത് വണ്ടിന്റെ നമ്പർ എടുക്കണം എന്നൊക്കെ പറയേ. അങ്ങനെ എനിക്ക് ജീവിതത്തിൽ ആദ്യം ചെറുതായിട്ടൊന്ന് വണ്ടി കിട്ടി. ബാക്കിൽ വന്ന് ഒരാളെ ഇടിച്ചിന്റെ. അതായത് നമ്മള് ഇങ്ങനെ ഒരു സർക്കിളിലാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ബ്രേക്ക് പിടിച്ചാൽ പോലെ. അപ്പൊ ആ ആളെ എങ്ങോട്ടോ നോക്കിയിട്ട് കുത്തി. അപ്പൊ ബാക്കില് പുതിയതായിട്ട് വെച്ചൊരു സാധനം ഉണ്ട്. ബാക്കില് മറ്റേ ലിപ്പ് പോലത്തെ ആ സംഭവം ഉണ്ടായിരുന്നേ, ബമ്മറിന്റെ അടിയത്തെ. പെട്ടെന്ന് തട്ടുമ്പോ ഞാൻ പാനിക് ആയി പോയി. കാരണം ഫസ്റ്റ് ആയിട്ട് എന്റെ കയ്യിൽ നിന്ന് വണ്ടി തട്ടിയോ അങ്ങനെയൊക്കെ എന്തൊക്കെ ടെൻഷൻ ആയി പോയേ. അപ്പൊ ഞാൻ വണ്ടി ഫ്രണ്ടിലേക്ക് സൈഡിലായി ഒറ്റക്കാ ഞാൻ വരുന്നത്. അപ്പൊ ഞാൻ കാറ് സൈഡാക്കി, ആ ആള് സൈഡാക്കി. അപ്പൊ ഞാനിങ്ങനെ ആ ഒരു ടെൻഷനിൽ എനിക്ക് വണ്ടിക്ക് ഒന്നും പറ്റിയതായിട്ട് കാണില്ല. ചെറിയ സ്ക്രാച്ചേ ഉള്ളൂ. അപ്പൊ സ്ക്രാച്ചിന് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ വന്നത് കുഴപ്പം, ഞാൻ വളരെ നോർമലായിട്ട് പെരുമാറി. കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ എന്താ തട്ടിയിട്ട് എന്താ പറ്റിയുണ്ടോ എന്നൊക്കെ ഞാൻ ആളോട് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞില്ല, പറ്റിയില്ല എന്ന് പറഞ്ഞേ. പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനപ്പം എന്താക്കി പെട്ടെന്ന് ജുൽഖാനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് കാറിന് ബാക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ തട്ടിയുണ്ട്, എനിക്കിത് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല എന്താ പറ്റിയുണ്ടോ എന്നുള്ളത്. പക്ഷെ എന്ത് സംഭവിച്ചറിയോ, ഞാൻ അവിടുന്ന് ഇങ്ങോട്ടാ വന്നതേ. ഇവിടെ വന്ന് നോക്കുമ്പോ കാറിന്റെ ബാക്കിൽ ആ ലിപ്പിന്റെ ഒരു സൈഡ് പൊട്ടിപ്പോയിണ്ട്. അപ്പൊ അത് മൊത്തത്തിൽ മാറ്റണം. പൊട്ടി റോഡിൽ വീണിട്ടുണ്ട്. അപ്പൊ ആള് കണ്ടിട്ടും ഉണ്ട് അത്. അപ്പൊ പക്ഷെ അയാളത് ഒന്നും പറഞ്ഞില്ല അങ്ങനെ പറ്റി. അതായത് അയാൾ പറ്റി എന്നുള്ള സാധനം അയാൾ കാണിച്ചതേ ഇല്ല, പറഞ്ഞില്ല. അത് പുതിയ സാധനം ഇട്ടതായിരുന്നു. 3000 രൂപയാണ്. എനിക്കത് ആ ആള് പറയാത്തതിൽ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ ചോദിച്ച ആളെടുത്ത്, നിങ്ങളടുത്ത് ഞാൻ സാധാ പോലെ നോർമലായിട്ട് അയാളടുത്ത് സംസാരിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തെങ്കിലും നിങ്ങളടുത്ത് അതായത് എന്റെ പൊട്ടി പോയിണ്ടോ എന്ന് ഞാൻ ആളെടുത്ത് ചോദിച്ചു. അപ്പൊ പറഞ്ഞില്ല ഒന്നും പറ്റില്ല. അപ്പൊ ഞാൻ ഭയങ്കര സങ്കടം, എനിക്ക് ദേഷ്യമോ സങ്കടം എന്തൊക്കെയോ ഒപ്പരം വന്ന്. എന്നിട്ട് ഞാൻ ആളെ നമ്പറോ ആ നമ്പർ പ്ലേറ്റ് ഫോട്ടോയോ ഒന്നും എടുത്തു വെച്ചില്ല. ഞാൻ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ചു. എനിക്ക് ടെൻഷൻ ആയിട്ടെ, അതായത് വണ്ടിക്ക് എന്തോ പറ്റുമോ എന്നൊക്കെ ഉള്ള ടെൻഷനിൽ ഞാൻ ഒക്കെ വിട്ടുപോയി. സീരിയസ് ആയി പോയില്ലേ പെട്ടെന്ന്, ഭയങ്കര സീരിയസ് ആയി പോയി. അതിന്റെ വിഷമം പറഞ്ഞു കുറെ കാലം മനസ്സിൽ കൊണ്ട് നടന്ന വിഷമം. അതെ അതെ. അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരാളോടെങ്കിലും ചെയ്യരുത്. 3000 രൂപ കൊടുത്ത് ഞാനത് മാറ്റി. ഞാൻ പിന്നെ ഷാമിനെ തെരഞ്ഞെടുക്കും.
ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാല് പൊതുവെ വ്ളോഗൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവാ ഷാമിയാണ്. അപ്പൊ അതിനോട് ഷാമി. പക്ഷെ ഞാൻ ശ്രീനെ സെലക്ട് ചെയ്തു. ഡാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. യു ആർ ഇൻ ജയിൽ ഫോർ സംതിങ് സ്റ്റുപ്പിഡ്. ഹു ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു യു? ഒരു മണ്ടത്തരം ചെയ്തതിന് നമ്മൾ ജയിലിലായി. കൂട്ടത്തിൽ ഉണ്ടാവുക ആരായിരിക്കും? ഞാൻ എന്ത് മണ്ടത്തരം ചെയ്താലും അപ്പുറത്ത് ഷാമി നോക്കൂ. എനിക്കറിയാം ഇന്റെ അപ്പുറത്തോളം ഉണ്ടെങ്കിൽ ഞാൻ അപ്പുറത്തുണ്ടാവല്ലോ. അതെ, ഈ ചോദ്യത്തിനൊക്കെ ഞാനിപ്പോ എങ്ങനെ ഉത്തരം പറയാ? ഞാനിപ്പോ മണ്ടത്തരം ചെയ്ത് ഞാൻ ജയിലിലെത്തി. അതെ, കാക്കനോട് 5 തന്നെ, എന്റെ കൂടെ 5 തന്നെ. മണ്ടത്തരത്തിന് കൂടെ 5 ഞാൻ നല്ലൊന്നും ചെയ്യലുണ്ട്. മണ്ടത്തരല്ലേ? അപ്പൊ സാധാരണ ഞാൻ ഷാമിന്റെ കൂടെ കൂടിയാലാണ് കൂടുതൽ മണ്ടത്തരങ്ങൾ ചെയ്യാറെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനോട് എന്തായാലും ഞാൻ ജയിലുണ്ടെങ്കിൽ എന്ത് മണ്ടത്തരം ചെയ്താലും അതൊക്കെ ഷാമി. അല്ല, അത് പൊതുവെ എങ്ങനെയാണ് അതിനോണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ കോക്രോച്ച് ഫ്ലൈസ് ഹൂ ഈസ് ജമ്പിങ് ഔട്ട് ഓഫ് ദ വിൻഡോ ഫസ്റ്റ്. ഒരു കോക്രോച്ച് മാറുകയാണെങ്കിൽ ആ ജനലിന്റെ അടുത്ത് ചാടുന്നത് ആരായിരിക്കും? അത് ശ്രീ ഇപ്പോഴും ആ പേടി വിട്ട് മാറിയിട്ടില്ല. ഷാമിക്കൊക്കെ ഒരുപാട് വിട്ടുപോയ പേടി. ഞാനാണെങ്കിൽ ആ കോക്രോച്ചിന് എടുത്തിട്ട് നോക്കിയെടുത്ത് പുറത്തെടുത്തിട്ട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഈ നിലവിളികളൊക്കെ കേട്ടിട്ട് സഹിക്കാൻ വയ്യാണ്ട ഞാൻ എടുത്താൽ കൂടെ മാറ്റിയിടും. എനിക്കുണ്ടേനു, പക്ഷെ ഇപ്പൊ എനിക്ക് വളരെ കുറവാണ്. ശ്രീ പക്ഷെ കൺട്രോൾഡാണ്. ഇന്നിപ്പോ ഒരു ചെറിയ കുറെ മേത്ത് കയറി കഴിഞ്ഞ സമയത്ത് ഞാൻ ഒച്ചടരുന്നൊക്കെ സംയമനം പാലിച്ചിട്ട് അതിനെടുത്ത് വേറൊരാളെ വിളിച്ച്. പക്ഷെ എന്തായാലും കമ്പാരിറ്റീവ്ലി കുറച്ച് സംയമനം പാലിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഷാമി ഉണ്ടെന്ന്. അതിനോട് ഞാൻ ഷാമിനെ, ഞാൻ എന്റെ മേലേക്ക് വന്നാലേ പ്രശ്നമുള്ളൂ, എന്റെ മുഖത്തൊക്കെ വന്നാലേ പ്രശ്നമുള്ളൂ. അല്ലാതെ അതന്നെയാ ചോദിച്ചേ. അല്ല, പാറിപ്പോയാലൊന്നും ഞാൻ ഒച്ചവിളി ഉണ്ടാക്കൂല. എന്റെ അടുത്തേക്ക് എന്റെ മേല് വന്നാലേ എനിക്ക് പ്രശ്നമുള്ളൂ. Who takes 10 hours to get ready for a 10-minute outing? ശ്രീ ഗൈസ്, ശ്രീ തന്നെ ശ്രീ. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ശ്രീ ഭയങ്കര ലേറ്റ് ആവുന്ന. ആർക്കും അറിയില്ല, എന്റെ അത്ര ഒരു മനുഷ്യനും അറിയില്ല. ഞാൻ അനുഭവിക്കുന്നത് ഇതിന് മുന്നേ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാലൊന്നും കൂടി പറയാം. എപ്പോഴും പറയുന്നത് എപ്പോഴും ബുദ്ധിമുട്ടാണ് എനിക്ക് അവളെ കൊണ്ട്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ആ ഒരു ഒറ്റ കുഴപ്പമുള്ളൂ. അതെ, ആ ഒരു കുഴപ്പമുള്ളൂ. അയ്യോ, ചില സമയത്തൊക്കെ ഉണ്ടല്ലോ അല്ലെ, എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അത്. കാര്യം ഇങ്ങനെ എന്താ പറയാ, നമ്മളിങ്ങനെ ഞങ്ങളിങ്ങനെ റെഡി ആയി നിൽക്കുമ്പോ ഇപ്പൊ കിട്ടിയ ഒരു അവസരം ഞാൻ പറഞ്ഞത്. റെഡി ആയി നിൽക്കുന്ന സമയത്ത് അത് നമ്മള് വെറുതെ ഇരിക്കാനോ കുഴപ്പമില്ല ഗൈസ്, നമ്മള് വെറുതെ ഫാൻ ഇട്ട് കിടക്കാനോ കുഴപ്പമില്ല. ഇത് റെഡിയായി ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് ഈ മുടിയൊക്കെ ഇങ്ങനെ അയച്ചിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ചൂടെടുക്കും. അപ്പോഴാണ് ഈ റെഡി ആവുന്നുണ്ടാവുക. ഞാൻ വിളിച്ചു, ശ്രീ എന്റെ കഴിഞ്ഞോ? ഇല്ല, 10 മിനിറ്റ് കൂടി. ആ 10 മിനിറ്റ് ആണ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മള് വരിക. എന്നിട്ട് ഞാൻ ഇവിടെ മൊത്തം ചിരിക്കുന്നല്ല ഓള ഭാഗ്യമായിട്ടുണ്ട്. എനിക്ക് അത്രയും ദേഷ്യം വരും. അതെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഈടായിട്ട് ഭയങ്കരമായിട്ട് ലേറ്റ് ആവുന്നുണ്ട്. ഈടായിട്ട് ശരിയാക്കി ഒരാഴ്ച ശരിയാക്കി അല്ല, ഒരാഴ്ച ശരിയാക്കി. പിന്നെ ഈ പഴയ പോലെ തന്നെയായി, മെല്ലെ മെല്ലെ ആയി വരുന്നുണ്ട്. അപ്പൊ പറയും കഴിഞ്ഞ ആഴ്ച പങ്ക്ച്വൽ ഇരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് തെറ്റാണ്. ഇനി ഇതിന്റെ ഇടയിൽ കൂടെ വേറെ കാര്യം പറയട്ടെ. ഒരു സാഹചര്യത്തിന്റെ അനുസരിച്ചിട്ട് വേറെ റെഡി ആവാൻ പറഞ്ഞാൽ ഞാൻ ഷമി റെഡി ആവും. 5ക്ക് ലേറ്റ്, ഓള് ലേറ്റ് ആവൂല, വേറെ ലേറ്റ് ആവും നോക്കും ഇഷ്ടമല്ല. അത് സാധാരണ പ്രശ്നം. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളുടെ വിവാഹം നാളെയാണ്. ഒരു ദിവസത്തിനുള്ളിൽ ആ വിവാഹം പ്ലാൻ ചെയ്യാൻ വേണ്ടി കൂട്ടത്തിൽ ആരെ ഏൽപ്പിക്കും? ശ്രീ. ഞാൻ ഞാൻ പറയുമ്പോ ശ്രീനെ പ്ലാൻ ചെയ്യാൻ ഏൽപ്പിക്കാം. ചിലപ്പോ പ്ലാൻ ചെയ്ത് അത് വെള്ളം പോവാൻ അതിന്റെ കൂട്ടത്തിൽ 5 മിനിറ്റ് ഞാൻ പ്ലാൻ ചെയ്ത് അടിപൊളിയാക്കി കൊടുക്കും. ഞാൻ എന്നെ തന്നെ ചൂസ് ചെയ്യാൻ കാരണം പറഞ്ഞ പോലെ ഞാൻ പ്ലാൻ ചെയ്യാൻ അടിപൊളിയാണ്. പക്ഷെ ഇവള് ചിലപ്പോ പ്ലാൻ ചെയ്ത് ഒരു ദിവസമല്ല ഒരാഴ്ചത്തേക്കുള്ള പ്ലാനിങ് ചെയ്യാം. അപ്പൊ അത് ചീത്ത പറഞ്ഞിട്ട് മതി, അത് വേണ്ട എന്ന് പറയണെങ്കിൽ 5 കൂടെ 2 കൂടെ ഞാൻ എന്റെ പ്ലാൻ ചെയ്യാൻ ശ്രീനെ ഏൽപ്പിക്കും. ഇത് പ്ലാൻ ചെയ്തതാണല്ലോ വർക്കായത്. അതെ, അതാണ് പ്ലാൻ ചെയ്യാൻ ഏൽപ്പിക്കുന്ന സമയത്ത് ഈ ഉണ്ടല്ലോ അവിടെ. ഞാനുണ്ട്. അപ്പൊ പിന്നെ അത് ഞങ്ങക്ക് റെഡി ആയല്ലോ. ശ്രീനെ ശ്രീനെ ഏൽപ്പിക്കാം. കാരണം പ്ലാൻ ചെയ്യാൻ നല്ലത്. പക്ഷെ വലിയ വലിയ പ്ലാൻ ആയിരിക്കും, വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. അതെ, നമ്മൾ അതൊക്കെ മുന്നിൽ കാണണം. അടുത്ത ക്വസ്റ്റ്യൻ. Who would spend 30 minutes deciding what to eat and still not choose? അത് 5. ഞാൻ ശ്രീനെ പറയുള്ളൂ. ഞാൻ പറയുമ്പോ 5 ആണ് ആ കാര്യത്തില്. 5ക്ക്
ഭയങ്കര ക്രേവിംഗ്. ഞാൻ സ്വിഗ്ഗി ഒക്കെ എടുത്ത് എത്ര നേരം ഇരിക്കണം ഇവരോട്. അഞ്ചു അനക്കെന്താ കഴിക്കാൻ വേണ്ടി, അഞ്ചു അനക്കെന്താ കഴിക്കാൻ വേണ്ടി. അതെനിക്ക് മനസ്സിലാവില്ല ഗൈസ്, എന്താണ് ഞാൻ അപ്പത്തെ മൈൻഡിൽ ഉദ്ദേശിക്കുന്നത്. അതാണ് പറയുമ്പോ തോന്നുന്നു നമ്മളെന്തോ നിർബന്ധിച്ച് തീറ്റിക്കാതെ. പക്ഷെ ഓക്ക് എനിക്ക് എന്തെങ്കിലും വേണ്ടീന്ന് എന്താന്ന് അറിയില്ല. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാച്ചാല് ഞാൻ ഇത് വേണോ അത് വേണോ അത് വേണോ ഞാൻ കുറെ ലിസ്റ്റ് പറയും. പിന്നെ കുറച്ച് നമുക്ക് ദേഷ്യം വരും, കാരണം കുറെ നേരം ഇത് പറയാൻ തുടങ്ങി. ഞാൻ സ്ത്രീനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അവർക്ക് ബിരിയാണി വേണോ മീൽസ് വേണോ എന്ന് തീരുമാനിക്കാൻ കുറച്ച് സമയം എടുക്കും. ഞാൻ അതിനെ കൂടെ രണ്ടും കഴിക്കുള്ളൂ, അതിൽ ഏതാണ്ട് തീരുമാനിക്കാൻ കുറച്ച് ടൈം എടുക്കും. അതാണ് അതിനെ കൊണ്ട് ഞാൻ സ്ക്രീൻ എടുത്തു കേട്ടോ. പിന്നെ ഇവര് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഞാൻ കറക്റ്റ് ആണ്. പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴല്ല കറക്റ്റാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ വളരെ ബുദ്ധിപരമായ ഒരു കുറ്റകൃത്യം മറച്ചു വെച്ചു, എന്നാൽ പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടയിൽ എല്ലാ രഹസ്യങ്ങളും എന്താ സംശയം? അത് ഞാൻ സെലക്ട് ചെയ്ത് ഒന്ന് വരട്ടി കഴിഞ്ഞാൽ വരട്ടേണ്ട വോയിസ് വന്നാ മതി. അല്ലല്ല, അതെന്താ സംബന്ധം അറിയോ? എനിക്ക് ഈ കള്ളത്തരങ്ങളൊന്നും കൊറേ കാലം കൊണ്ടടക്കാൻ ഒരു ഇതില്ല. എനിക്ക് പിടിച്ചാവോട് പറഞ്ഞാളോ ഫുള്ള് എനിക്ക് സമാധാനം. അതാണ് നിങ്ങളാ ലവ് സ്റ്റോറി തന്നെ കണ്ടില്ലേ, സല്ലു ഫോൺ എടുത്തോണ്ടായിരുന്നു തന്നെ കംപ്ലീറ്റ് പറഞ്ഞേ. എനിക്കെന്താ വെച്ചാൽ തലേന്ന് കൂടെ ഒഴിവാക്കണം. അതിന്റെ മുകളിൽ കുറെ കള്ളം പറഞ്ഞു അത് നടക്കൂല. അത് ശരിയാ, അന്നേ അഡ്മിറ്റ് ചെയ്തു, പിടിച്ച വെരി നെക്സ്റ്റ് മൊമെന്റിൽ അഡ്മിറ്റ് ചെയ്തു. ഞാൻ അത് പറയാൻ നിൽക്കിയ കാക്കാന്ന് പറഞ്ഞു ഞാൻ, അത് കള്ളത്തര കാക്ക. അടുത്ത ക്വസ്റ്റ്യൻ. പ്രേതബാധയുള്ള ഒരു വീട്ടിൽ എല്ലാവരും അബദ്ധവശാൽ പെട്ടു. പുറത്തു കടക്കാനായി പുറത്തു കിടക്കാനായി മുന്നിൽ നിന്ന് നിങ്ങളെ ലീഡ് ചെയ്യുന്നത് ആരായിരിക്കും? അപ്പുകൂട്ടം വേണം. അപ്പോൾ ശ്രീയല്ലേ? ശ്രീക്കാണ് ഇങ്ങനത്തെ കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാള്. അപ്പൊ പ്രേതത്തിന് ഇൻട്രസ്റ്റ് അവക്ക് പേടിയാണ്, അതിലേറെ ഞങ്ങക്ക് പേടിയായതുകൊണ്ട് മുന്നിൽ കൂട്ടത്തിലൊരിത്തിരി പേടി കുറവ് ശ്രീക്കാന്ന്. അല്ല, ഞാൻ സല്ലുവിനെ ചൂസ് ചെയ്യുള്ളൂ, കാരണം എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ഓരോ മുന്നിൽ തള്ളിവിടും. അപ്പൊ മുന്നിൽ പോയി പിന്നെ ഓക്കെ. നിങ്ങളൊരു പരദൂഷണം പറയുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ താല്പര്യത്തോടെ കേൾക്കുന്നതാരും ശ്രീ. പരദൂഷണം കേൾക്കാൻ ഇത്രയും ഉത്സാഹമുള്ള ഒരു കുട്ടി കുറച്ച് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക ശ്രീയാണ്. കുറച്ചുകൂടെ നമ്മളെ കേൾക്കുന്ന ശ്രീയാണ്. അതുകൊണ്ട് കേൾക്കുന്നത് ഒരു കുറ്റല്ലേ. ഞാൻ നല്ല ലിസണർ. ഞാൻ ഇവരെ രണ്ടുപേരും കൂടുതൽ പരദൂഷണങ്ങൾ കൊണ്ടുവരുന്നത് ഷാമിയാണെന്ന് തോന്നുന്നു കേസ്. പരദൂഷണം കൂടുതൽ കൊണ്ടുവരാൻ ഷാമി കേൾക്കുന്നത് ശ്രീ. പരദൂഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നടന്നു വരുന്ന റോഡിൽ ആരെങ്കിലും ചെയ്ത ഒരു സാധനം ഇഷ്ടാവൂല, അപ്പൊ ഓള് വന്ന് പറയും. അതായത് ഓൾ എത്തിക്സിനെതിരാണത്. അതാണ് ഞങ്ങൾ പരദൂഷണം. അല്ലാതെ ബാക്കിയുള്ളവർ പരദൂഷണം ഇല്ലാത്ത കുട്ടികൾ പറയുന്ന ആ സാധനം അല്ല ഇത് ഞങ്ങളെ കുഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചൊവ്വയിലേക്ക് ഒരു ട്രിപ്പ് പോവുക, 2 ടിക്കറ്റ് കിട്ടുന്നു, കൂടെ നിങ്ങൾ ആരും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ചൊവ്വയിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് 2ാമത്തെ ടിക്കറ്റ് സല്ലുവിന്. 2ാമത്തെ ടിക്കറ്റ് സല്ലുവിന്. 2ാമത്തെ ടിക്കറ്റ് അല്ലേ, ഒന്ന് ഇരിക്കണ്ടല്ലോ, 2ാമത്തെ അല്ലേ. ശ്യാം എപ്പോഴും ടിക്കറ്റ് വന്നില്ല. ടിക്കറ്റ് എന്റെ കൂടെ ആരെ കൂട്ടുന്നുള്ളതാണ്. അത് ഭയങ്കര ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഞാൻ ഇവരെ 3 പേരും കൂടി എടുക്കാം. ഒറ്റ ടിക്കറ്റ് ഞങ്ങളെന്താ കാൽ ടിക്കറ്റാ ഞങ്ങക്ക്. ഒറ്റ ടിക്കറ്റേ ഉള്ളൂ. ഒറ്റ ടിക്കറ്റേ ഉള്ളൂ. കാക്കങ്ങൾ ഉണ്ടാകാൻ കൊടുത്തില്ല, ഇനി ഞാൻ കൊടുക്കില്ല. നല്ല ഓനിഷ്ട രൂപ. പക്ഷെ ഓളോളെ യാത്ര ബോറിംഗ് ആയിരിക്കും. അത് വിചാരിച്ചിട്ടാ അപ്പൊ എന്റെ കുട്ടികൾ. പക്ഷെ ശ്രീക്ക് ഈ ചൊവ്വയായിട്ട് ഒരു ബന്ധമില്ല. ഇല്ല, അഞ്ചിക്കാണ് പിന്നെ ഇതിലൊക്കെ കുറച്ചുകൂടെ പിന്നെ ഞാൻ പറയുന്നത് കുറച്ചുകൂടെ കണക്ട് ആവുന്ന അഞ്ചിക്ക്. അഞ്ചിനെയും കൂടി താല്പര്യമില്ലാണ്ട് നീ ഇങ്ങനെ ഉണ്ടാവേണ്ട ചൊവ്വയിലേക്ക്. അവർക്ക് ഇതിന്റെ താല്പര്യം അടിപിടി നമ്മള് പറയില്ലേ. ഞങ്ങള് ചൊവ്വയെ പോയിട്ട് അവിടെ നമുക്ക് ഒരു പഴയ സിനിമ കാണാൻ പറ്റുമോ? ഞങ്ങൾക്ക് ആ ഒരു വൈബ് ഉണ്ട്. കാര്യം പഴയ പാട്ടുകള്, സിനിമകള്, ഒരു 80s പാട്ട് സിനിമകളൊക്കെ. മറ്റേ എല്ലാരപ്പും ആ സാധനമാണ് ഞങ്ങള്. കഴിഞ്ഞോ? ഇനി ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ 5നെ ചൂസ് ചെയ്തു. ഞാൻ ശ്രീനെ ചോദിച്ചു ശ്രീക്ക് ജോബിൽ പോണോ വേണ്ട. അപ്പൊ 5നെ ചൂസ്
ചൂസ് ചെയ്ത് എല്ലാരും ഒരുമിച്ച് വിളിക്കരുത്, സെപ്പറേറ്റ് ഡേറ്റ് ഉണ്ടാവില്ല. അതെ. ചൊവ്വേന്റെ വേണമെങ്കിൽ എനിക്ക് ഇപ്പൊ എവിടെയെങ്കിലും ഇപ്പൊ കടലിനടിയിൽ പോകാനാണെങ്കിലും ആകാശത്ത് പോകാനാണെങ്കിലും ചൊവ്വയിൽ പോകാനാണെങ്കിലും എനിക്ക് അതിന് നല്ല 4K വീഡിയോ കിട്ടിയാൽ മതി, ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, അതിനോട് കുഴപ്പമില്ല. ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് പോയിട്ട് അവിടുന്ന് 4K വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കാം. അങ്ങനെയല്ല പറഞ്ഞത്, നമ്മളെ ഒരു ഇന്റർനാഷണൽ പ്ലാൻ ചെയ്യുന്നില്ലേ, ആ ഇന്റർനാഷണൽ നമുക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഞങ്ങള് കൂട്ടുന്നില്ല, ഞങ്ങൾ 4K വീഡിയോ 4K വീഡിയോ എല്ലായിടത്തും അയച്ചിട്ട് വേണേ അപ്പൊ വേണേ സാറ്റിസ്ഫൈഡ് അല്ലേ? അല്ല ആണ് പറഞ്ഞേ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ അടിയാവുന്നില്ല. ഞാൻ നോക്ക കഴിഞ്ഞ അങ്ങനെ നമ്മളെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടതോടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരൊക്കെയാണ് എന്തിനൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ മതിയോ. ഇപ്പൊ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇന്ന ആളാണ് ഇത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചിലപ്പോ തോന്നുന്നു പറയാൻ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ട്. അതെ, അപ്പൊ ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പറയാൻ നല്ല രസം. കൂടുതൽ സ്റ്റോർ ചെയ്തത് ശ്രീയാന്ന് തോന്നുന്നില്ല എനിക്ക്. അതെ, കൂടുതൽ സിറ്റുവേഷൻസിൽ ശ്രീനെയാണ് ഞങ്ങൾ കൂടുതൽ നല്ലതായിട്ട് ചീത്തതായിട്ടൊക്കെ സെലക്ട് ചെയ്ത ശ്രീനെയാന്ന് തോന്നുന്നു. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് വളരെ നല്ല ചാലഞ്ച് ആയിരുന്നു. അതെ, എനിക്ക് ഒരു വെറൈറ്റി മൈക്കാണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയാ, നമ്മള് ഞാൻ പറയട്ടെ, ആ സിറ്റുവേഷൻ വന്നിട്ടില്ലെങ്കിലും ആ സിറ്റുവേഷൻ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ അതിൽ കൂടെ കടന്നു പോയിട്ട് നമ്മൾ ഫേസ് ചെയ്തിട്ട് നമ്മൾ ഇവരെ കൂടി ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു എന്ന് വരെ നമ്മളെ തലയിൽ ആ ഒരു സാധനം ക്രിയേറ്റ് ആയി. ഇതിലേറ്റവും കൂടുതൽ 5 ബ്ലഷ് ആയതിന്റെ ആൻസർ കേട്ടിട്ടാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അല്ല, നിങ്ങളെല്ലാരും തന്നെയാണല്ലോ ചൂസ് ചെയ്തത്. ഞാൻ ഭയങ്കര ബ്ലഷ് ആയി പോയി, ഭയങ്കരമായിട്ട് പ്രൗഡ് ആയി. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ചാലഞ്ച്? വളരെ നല്ല ചാലഞ്ച് ആയിരുന്നു. എന്നെ പിടിച്ചു വലിച്ചുകൊണ്ടിരുത്തിയാണ് ഗൈസ്. അതല്ല, 4 ആൾക്കാരെ അറിയണ്ടേ നിങ്ങള്. 4 ആൾക്കാരെയും പറ്റി അറിയണ്ടേ എന്താന്നുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല ചാലഞ്ച് ആയിരുന്നു. ഞാൻ കേൾക്കാത്ത പലതും ഞാനിപ്പോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. പിന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് ഇനിയും ചിറ്റാറ്റ് വീഡിയോ ഇങ്ങനെ ഇതുപോലെ ചെയ്യാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുവരെ this is Srilakshmi, this is Shamya, this is Sanjita. Signing off.